ഹേ ഗായ്സ് വെൽക്കം ബാക്ക്. എന്തൊക്കെയുണ്ട്? അപ്പോൾ എല്ലാവർക്കും സുഖം വിചാരിക്കുന്നു. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ കുറേ നാൾക്ക് ശേഷമാണ് നമ്മൾ ഒരു ലോങ് വീഡിയോ എടുക്കുന്നത്. ശരിയാവും എനിക്കറിയില്ല, കാരണം ടച്ച് ഇട്ടോ ഈ ലോങ് വീഡിയോ എടുക്കണതിൻ്റെയൊക്കെ. അപ്പോൾ നമ്മൾ ഇന്ന് പോകാൻ പോണത് തമ്മിലുണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ, നമുക്ക് ഒരു യൂട്യൂബിൻ്റെ മീറ്റപ്പ് ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇന്ന് പോകാൻ പോവുകയാണ്. ആക്ച്വലി ഇന്നല്ല മീറ്റപ്പ്, നാളെയാണ്. പക്ഷേ സ്ഥലം വന്നത് ട്രിവാൻഡ്രമാണ്. അപ്പോൾ നാളെ 10:30 സംഭവം വന്നത്. അപ്പോൾ രാവിലെ തന്നെ എഴുന്നേറ്റ് പോകണ്ടേ എന്ന് വെച്ചിട്ട് നമ്മൾ തലേ ദിവസം പോകാമെന്ന് വിചാരിച്ചു. എന്നിട്ട് അവിടെ സ്റ്റേ അടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഒരു 11 മണിയൊക്കെ ആകുമ്പോൾ ഇറങ്ങണം. ഇപ്പോൾ ഞാൻ എഴുന്നേറ്റ് വന്നിട്ടേ ഉള്ളൂ. അപ്പോൾ തന്നെ വീഡിയോ എടുക്കുകയാണ്. ഞാനാണെങ്കിൽ ഒന്നും പാക്ക് ചെയ്തിട്ടില്ല കേട്ടോ. കുറച്ച് സാധനങ്ങളൊക്കെ പാക്ക് ചെയ്യണം. ഡ്രസ്സ്, പിന്നെ മേക്കപ്പ് എന്ന് പറയാൻ പ്രത്യേകിച്ചൊന്നുമില്ല. ഐലൈനർ, ലിപ്സ്റ്റിക്, അത്രയേ ഉള്ളൂ എനിക്ക് മേക്കപ്പ് എന്ന് പറയാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ എടുത്ത് വെക്കണം. പിന്നെ എന്താണ്, പിന്നെ അത്യാവശ്യം അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ എടുത്ത് വെക്കണം. ഈ വ്ളോഗ് എടുക്കാണ്ടുണ്ടല്ലോ, ഈ വ്ളോഗ് എടുക്കണം എങ്ങനെയെന്ന് തന്നെ ഞാൻ മറന്നു കേട്ടോ. പണ്ടൊക്കെ ഞാൻ ഉണ്ടല്ലോ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറവൂരൊക്കെ പോകണമെങ്കിൽ ഞാൻ വ്ളോഗൊക്കെ ഇടുമായിരുന്നു. അന്നെങ്കിലും പറയാൻ കുറേ കാര്യങ്ങൾ കിട്ടുമായിരുന്നു. 20 മിനിറ്റൊക്കെ ഉണ്ടാവുമായിരുന്നു ചിലപ്പോൾ വീഡിയോ ഒക്കെ. ഇപ്പം എനിക്ക് അറിയില്ല, ബാക്കിൽ ചീവിടുന്ന സൗണ്ട് ഉണ്ടാവും കേട്ടോ. അതൊന്നും മൈൻഡ് ചെയ്യണ്ട. ഗൈസ് എങ്ങനെയുണ്ട്? ഇന്നാണ് നല്ല അടിപൊളിയായിട്ട് വിരിഞ്ഞിട്ടുണ്ട് കേട്ടോ. ചില ദിവസം ഉണ്ടല്ലോ പകുതിയൊക്കെ വിരിയാറുള്ളായിരുന്നു. ഇതിപ്പോൾ ഫുള്ളും വിരിഞ്ഞിട്ടുണ്ട്, ഓരോ ആമ്പലും. രസമില്ലേ? ഇടയ്ക്കിടയ്ക്ക് 9, 10 അത്രയൊക്കെ ഉണ്ടാവാറുണ്ട് കേട്ടോ. പക്ഷെ ഇപ്പം അത്രയും ഇല്ല. സൈഡിലൊക്കെ ഒരു കുഞ്ഞിത്. ഓൾമോസ്റ്റ് ഡെയിലി ഞാനിവിടെ വന്ന് നോക്കും കേട്ടോ എത്ര വിരിഞ്ഞിട്ടുണ്ട്, എങ്ങനെയൊക്കെയാണ് വിരിഞ്ഞേക്കണേന്ന്. അപ്പോൾ നമ്മുടെ പാക്കിംഗ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്, പിന്നെ അയ്യണൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി നേരെ പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റേക്ക്. അതിന് മുന്നേ എനിക്ക് കുറച്ച് റീൽസാണ് കേട്ടോ. ഞാൻ പോയിട്ട് ഊഞ്ഞാലാടിയിട്ട് കുറച്ച് റീൽസാണിട്ട്. അതെനിക്ക് എല്ലാ ദിവസവും ചെയ്യണം, അല്ലെങ്കിൽ എനിക്ക് എന്തോ മാതിരിയാണ്. എൻ്റെ ഫോണിൽ ഇത്രയും ക്ലാരിറ്റി ഉള്ളത് കൊണ്ട് നമ്മൾ മൈൻഡ് ചെയ്യണ്ട, ഇങ്ങനെയൊക്കെ ഇരിക്കും. അത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ളത് പത്തിരിയാണ് കേട്ടോ ഗൈസ്. പത്തിരി ഒരു 3-4 എടുക്കണുള്ളൂ. പിന്നെ കറി കടലക്കറി കേട്ടോ. കുറേ നാളായി കടലക്കറി വെച്ചിട്ട്. സംഭവം എനിക്ക് വലിയ ഇഷ്ടമുള്ള സംഭവമല്ല, എന്നാലും കുറച്ചെടുക്കണുണ്ടേ. ഫുഡ് കഴിച്ചാൽ മാത്രമേ ഓർമ്മയുള്ളൂ കേട്ടോ. എന്നിട്ട് ഷടപടേ എന്ന് പറഞ്ഞാൽ ഒരൊറ്റ ഓട്ടോ റെഡി ആയിട്ട് നേരെ ആലുവ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. ഞാൻ ഈ ട്രെയിൻ മിസ്സായാലെന്ന് മേടിച്ചിട്ടാണ് പെട്ടെന്ന് വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ ട്രെയിനാണെന്നുണ്ടെങ്കിൽ ലേറ്റും ആണ് കേട്ടോ. അപ്പം പിന്നെ ഫുഡ് കഴിക്കാനുള്ള സമയമൊക്കെ ഉണ്ട്. ഫുഡ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ വീട്ടിൽ നിന്ന് പൊതിഞ്ഞ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. വേറെ നല്ല ചോറ്, കടല, പിന്നെ മുട്ട പൊരിച്ച്. പുറത്തൊക്കെ പോയി വീഡിയോ എടുക്കാന്ന് വെച്ചാൽ ഉണ്ടല്ലോ ഭയങ്കര കഷ്ടപ്പാടുള്ള പരിപാടിയാണ്. കാരണം കുറേ ആൾക്കാർക്ക് ഒരുമാതിരി നോട്ടം നോക്കും. പിന്നെ ചിലവരൊക്കെ പറയും ഇതൊക്കെ വീഡിയോ എടുക്കണം. ഞാൻ ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഒരാളൊന്നും പറയണ്ടായിരുന്നു കേട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കേട്ടോ. പിന്നെ ഇതെന്ന് വെച്ചാൽ ഞാൻ ഇന്നലെ കഷ്ടപ്പെട്ട് കുത്തിരുന്ന് ചെയ്ത നെയിലാർട്ട് കേട്ടോ. എനിക്ക് ഈ ഫ്രഞ്ച് നെയിൽസാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. അപ്പോൾ അത് തന്നെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഒന്നും നോക്കണ്ട ഗൈസ്, വേറെ ഒന്നും എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായില്ല. നല്ല തിരക്കൊക്കെ ആയിരുന്നു, ട്രെയിനാണല്ലോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ നമ്മൾ നേരെ ട്രിവാൻഡ്രം എത്തിയിട്ടുണ്ട്. ഇനി നേരെ റൂമിലോട്ട് പോകണേണ്. ഇങ്ങനെ കറങ്ങി അടക്കാനൊന്നും എനിക്ക് വയ്യ, അത്രയ്ക്കും ടയേർഡായിരുന്നു. കുറേ മണിക്കൂർ ഇരുന്നാലല്ലേ നമുക്ക് ട്രിവാൻഡ്രം എത്താൻ പറ്റുള്ളൂ. അങ്ങനെ നമ്മൾ റൂമൊക്കെ എടുത്ത് അവിടെ എത്തിയിട്ടുണ്ട്. ട്രിവാൻഡ്രം പോയി വന്ന കാര്യത്തിൽ ഒരു കാര്യത്തിൽ ഭയങ്കര പ്രൗഡാണ്. വേറെ ഒന്നുമല്ല, ഈ ട്രെയിനിൻ്റെ കാര്യങ്ങൾ നോക്കണം. അതായത് ഈ ടിക്കറ്റ് എടുക്കുക, പ്ലാറ്റ്ഫോമൊക്കെ കണ്ടുപിടിക്കുക, അതൊക്കെ ട്രാക്ക് ചെയ്യുക, ആ കാര്യങ്ങളും പിന്നെ റൂം ബുക്ക് ചെയ്യുക, എല്ലാ കാര്യങ്ങളും ഞാൻ ഒറ്റയ്ക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ലൊക്കേഷനൊക്കെ കണ്ടുപിടിക്കില്ല, അങ്ങനത്തെ പരിപാടി എല്ലാവരും ആ കാര്യത്തിൽ ഭയങ്കര പ്രൗഡായിരുന്നു കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനെയൊക്കെ ഭയങ്കരമായിട്ട് കാര്യമായിട്ടൊക്കെ ചെയ്യുന്നത്. കാരണം വേറെ ഒന്നല്ല, മുന്നൊക്കെ ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആരെങ്കിലും ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ പ്രാവശ്യം എല്ലാം ഒറ്റയ്ക്ക് ചെയ്തിട്ടോ ഗൈസ്. ഇന്നലെ ആ റൂമിലെത്തിയിട്ട് വേറെ ഒന്നും കാണിക്കാനൊന്നും പറ്റിയിട്ടുണ്ടായില്ല. വേറെ പ്രത്യേകിച്ചൊന്നും ഉണ്ടായില്ല. ഫുഡ് കഴിച്ച് നേരെ കിടന്ന് ഉറങ്ങി. നല്ല ക്ഷീണം ഉണ്ടായിരുന്നു, കാരണം അത്രയും ട്രാവൽ ചെയ്ത് വന്നുകൊണ്ട് നല്ല ക്ഷീണം ഉണ്ടായതുകൊണ്ട് പെട്ടെന്ന് തന്നെ കിടന്ന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാ ഇപ്പോൾ ഒരു 8 മണിയൊക്കെ ആയിട്ടുണ്ട്. നമുക്ക് ഒരു 10:30 മീറ്റപ്പ് വരുന്നത്. പക്ഷേ ഒരു അരമണിക്കൂർ മുമ്പ് കയറണം. ഈ നമ്മുടെ ചെക്കൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്, എല്ലാ സാധനങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു അരമണിക്കൂർ മുമ്പ് വരാൻ വേണ്ടി മെയിലിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ കുറച്ച് നേരത്തെ പോകണം. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം ഗൈസ്. അപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് റെഡി ആവാം. എന്നിട്ട് ഇവിടെ വന്നിട്ട് മര്യാദക്ക് ഒരുങ്ങിയിട്ട് പോകണുള്ളൂ കേട്ടോ. അതിൽ വേർത്ത് വലിച്ചെന്ന് വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു മാല ഇട്ടിരുന്നത്. ഞാൻ ഉത്സവപ്പറമ്പിൽ നിന്ന് മേടിച്ചതാണ്. ഉത്സവപ്പറമ്പല്ല, പെരുന്നാൾ പോയപ്പോൾ, പള്ളി പെരുന്നാൾ പോയപ്പോൾ മേടിച്ചതാണ്. ഇത് കുറേ ഇടം മേടിക്കണം എന്ന് വിചാരിച്ചാൽ ഫ്ലിപ്കാർട്ടിൽ നിന്നൊക്കെ. പക്ഷെ ഫ്ലിപ്കാർട്ടിലുണ്ടല്ലോ 150 രൂപ കൂടുതലാണ്. പെരുന്നാളിന് ഇപ്പോൾ 120 കിട്ടി. ആൻറ്റി ടാർണിഷ കളറോ അത്തേണ്. ഞാനിപ്പോൾ അത്യാവശ്യം കുറേ ഇട്ട്, പക്ഷേ എൻ്റെ കളറിനൊന്നും കുഴപ്പമൊന്നുമില്ല. അപ്പം ഞാൻ വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ലിങ്ക് ഫ്ലിപ്കാർട്ടിലെ അങ്ങനെ എന്തെങ്കിലും ടാഗ് ചെയ്ത് കൊടുത്തിട്ടുണ്ടാവും. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഭയങ്കര സിമ്പിളാണ്, പക്ഷേ എന്നാലും അടിപൊളിയാണ്. പിന്നെ ഞാൻ തലയിൽ വെക്കാൻ വേണ്ടി ഈ ഒരു ക്ലിപ്പ് കൊണ്ടുവന്നിട്ടുണ്ടോ. കുറച്ച് മാച്ചിങ് ആണെന്ന് തോന്നുന്നത്. ഇത് ഇത്തിരി ഡാർക്ക് ഷെയ്ഡാണ്, പിന്നെ ഇത് ഇത്തിരി ലൈറ്റും ആണ്. എന്നാലും അത്യാവശ്യം മാച്ചാന്ന് വിചാരിക്കുന്നത്. ഞാൻ തന്നെ ഉണ്ടാക്കിയിട്ടോ ബാക്കിൽ ക്ലിപ്പൊക്കെ വെച്ചിട്ട്. ഒരു കൊല്ലം മുന്നെന്തോ ഞാൻ ഉണ്ടാക്കിയത്. എനിക്ക് ഇപ്പോൾ ഈ ഡ്രസ്സ് അടിച്ചപ്പോൾ ഇടാൻ പറ്റണ കേട്ടോ. ഇനി മേക്കപ്പ് എന്ന് പറയാൻ പ്രത്യേകിച്ചൊന്നും ഇല്ല. എല്ലാവരും മേക്കപ്പ് ബാഗിലായിരിക്കും കൊണ്ടുവരണ്ടാവും. ഞാനും എൻ്റെ പച്ചക്കറി കിറ്റിലൊക്കെ കൊണ്ടുവന്നിട്ടുള്ളത്. പ്രത്യേകിച്ചൊന്നുമില്ല, ഒരു മോയ്സ്ചറൈസർ, കണ്ണെഴുതും, ലിപ്സ്റ്റിക്ക് ഇടും, അത്രേ ഉള്ളൂ. വേറെ ഒന്നുമില്ല കേട്ടോ. കൺസീലർ കൊണ്ടുവന്നായിരുന്നു, പക്ഷേ ഞാൻ ഇടാൻ പോകുന്നില്ല, എന്തായാലും രസം ഉണ്ടാവില്ല. അപ്പോൾ ഗൈസ് നമുക്ക് ഐലൈനർ അപ്ലൈ ചെയ്യാം.
ഇവിടുത്തെ മിറർ അത്ര അടിപൊളിയായിട്ട് എനിക്ക് തോന്നിയില്ല. അതുകൊണ്ട് എനിക്കറിയായിരുന്നു എങ്ങനെ ഈ മിറർ വരെയൊക്കെ കിട്ടില്ലല്ലോ എന്ന് വിചാരിച്ച് ഞാൻ കോമ്പാക്ട് പൗഡർ കൊണ്ടുവന്നായിരുന്നു. കോമ്പാക്ട് പൗഡർ ഇടാൻ വേണ്ടി കൊണ്ടുവന്നല്ല, ഇതിന്റെ മിറർ ഉള്ളതുകൊണ്ട് കൊണ്ടുവന്ന കേട്ടോ. കോമ്പാക്ട് പൗഡർ ഞാൻ ഉപയോഗിക്കാറേ ഇല്ല, അത് തീരെ ഉപയോഗിച്ചിട്ടില്ല. കണ്ണാടിക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കുന്നതാ. ഇപ്പൊ ഇത്ര റെഡിയൊക്കെ ആവണല്ലോ കേട്ടോ, കാരണം ആദ്യം ഫുഡ് കഴിച്ചിട്ട് വന്നിട്ട് റെഡി ആവുന്ന വിചാരിച്ചു. കാരണം ഇപ്പൊ ലിപ്സ്റ്റിക് ഒക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ ഫുഡ് കഴിക്കുമ്പോൾ പോവുമല്ലോ. പിന്നെ ദേ ഇവിടെ വേറെ ഒരാളും റെഡി ആയിട്ട് ഇരിപ്പുണ്ട്. അപ്പൊ ഞങ്ങൾ ആദ്യം പോയിട്ട് ഫുഡ് കഴിക്കാൻ പോണേണ്. നമ്മൾ താമസിക്കുന്ന സ്ഥലത്തിന്റെ ഇപ്പുറത്ത് തന്നെ ഉണ്ടല്ലോ ശരവണ ഭവൻ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അവിടെ നയിക്കാന്ന് വിചാരിച്ച്. മെയിൻ റീസൺ ഇതെന്ന് വെച്ചാൽ പ്യോർ വെജ് ആയിട്ടുള്ള സ്ഥലമല്ലേ. എനിക്കാണെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ സ്ഥലത്തുനിന്ന് ഫുഡ് കഴിക്കാനാണ് കൂടുതൽ ഇഷ്ടം. സംഭവം ഫുഡിന്റെ ഒക്കെ പ്രൈസ് കുറച്ച് കത്തിയൊക്കെയാണ്, ആവറേജ് ടേസ്റ്റ് ഒക്കെ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്ന മസാല ദോശ കേട്ടോ. ഞാൻ വട വേണ്ടെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷെ അവർ എനിക്ക് വട തന്നു. അങ്ങനെ ഫുഡ് കഴിച്ച് നേരെ റൂമിലെത്തി റെഡി ആയിട്ടോ. റെഡി ആയപ്പോൾ നിങ്ങൾ ചിലപ്പോൾ വിചാരിക്കണ്ടാവും ഈ മുന്നത്തെ കോലവും ഈ കോലം തമ്മിൽ എന്താ വ്യത്യാസമുണ്ട്. ഞാൻ ലിപ്സ്റ്റിക് ഇട്ടു, മുടി ഒന്ന് കെട്ടി വെച്ചിട്ടുണ്ട്, അതിൽ കൂടുതൽ വ്യത്യാസം തന്നെ നിന്ന് എക്സ്പെക്ട് ചെയ്യരുത്. കാരണം എനിക്ക് മേക്കപ്പ് ഇടുന്നത് തീരെ കംഫർട്ടബിൾ ആയിട്ടുള്ള കാര്യമല്ല. ഗൈസ് കഷ്ടപ്പെട്ടാണ് ഈ സ്ഥലത്ത് വന്നത്. കാരണം ഞാൻ വിചാരിച്ചു ഇത് ശരിക്കും ഇല്ല ഉടായിപ്പാണൊക്കെ ഒരു നിമിഷം വിചാരിച്ചേ. വേറെ ഒന്നുമല്ല, ഞാൻ ഗൂഗിളിലൊക്കെ നോക്കിയപ്പോഴാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്ഥലം 12 മണിക്ക് ഓപ്പൺ ആവുള്ളൂ എന്നാണ് കാണിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ച് ഫേക്കാണെന്നൊക്കെ വിചാരിച്ച് കുറേ പേരൊക്കെ വിളിച്ചു നോക്കി, ആരും എടുത്തില്ല. ലാസ്റ്റ് ഇവിടെ വന്നപ്പം ഈ ബോർഡൊക്കെ കണ്ടപ്പോൾ എനിക്ക് സമാധാനമായത് കേട്ടോ. അവിടെ എത്തി, പക്ഷേ സംഭവം രജിസ്റ്റർ ഒന്നും ഓപ്പൺ ആയിട്ടില്ല. ഒരു 10 മണിയൊക്കെ പോയിരിക്കും, നമ്മൾ നേരത്തെ ഒരു 9:30 നമ്മൾ എത്തിയിട്ടുണ്ടായിരുന്നു. ഇവിടെ കുറച്ച് പേരൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. എനിക്ക് അറിയാത്തവരാണ് കൂടുതലും വന്നിട്ടുള്ളത്. ആകെ എനിക്ക് അറിയുന്ന ഒരാൾ മാത്രമേ ഉള്ളൂ, പക്ഷേ ആൾക്ക് എന്നെ അറിയത്തുണ്ടാവില്ല. എൻ്റെ മുഖത്തന്നെ ഒന്നുമില്ലെന്നേ. ഇവിടെ വന്നേക്കാൾ എല്ലാവരും നല്ല മേക്കപ്പ് ഇട്ട് വന്നേക്കുന്നത്. എനിക്കെന്തോ മേക്കപ്പ് അത്ര വലിയ കോൺഫിഡൻസ് ഉള്ളതല്ല. ഞാൻ അത് ഒലിച്ചു ഇപ്പോൾ തന്നെ ഉണ്ടില്ലേ, ഒരുമാതിരി ഒലിച്ചിരിക്കണേണ്. പിന്നെ ക്ലാരിറ്റി ഇല്ല കൈസ്. ഫോണിൽ നല്ല നല്ല സ്ഥലങ്ങളുണ്ട് ഇവിടെ, പക്ഷേ ക്ലാരിറ്റിയിൽ ഫോണുള്ളത് കൊണ്ട് എന്തോ മാതിരി ഇരിക്കണം. നല്ല മുങ്ങുള്ള സ്ഥലമാണെന്നുണ്ടെങ്കിലും ക്യാപ്ചർ ചെയ്യുമ്പോൾ ഒരു രസമില്ല. ഞാനാണെന്നുണ്ടെങ്കിൽ ഒരുമാതിരി അവിഞ്ഞിരിപ്പുണ്ട്, ഒരുമാതിരി മുടിയൊക്കെ പറന്ന് ചാപ്രിയായിട്ട് അകത്തോടാണ് സെറ്റാക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ എത്തിയത് എൻ്റെ ഉള്ളിൽ ഇൻട്രോവേർട്ട് അങ്ങോട്ട് ഓണായിട്ട്. എനിക്ക് ആരോട് സംസാരിക്കണം, എനിക്കാണെങ്കിൽ പകുതി മുക്കാൽ ആൾക്കാർ അറിയത്തുമില്ല. അവർക്കാണെന്ന് എന്നെയും അങ്ങനെ അറിയത്തൊന്നുണ്ടാവില്ല. ചിലവർക്കാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഏതൊക്കെയോ വീഡിയോസ് കാണിച്ചപ്പോൾ ഇവിടേക്ക് കണ്ടിട്ടുണ്ട് അങ്ങനത്തെ ഒരു വൈറ്റൊക്കെ. അപ്പോൾ അവരുടെ കാര്യത്തിലും എനിക്ക് അങ്ങനെ തന്നെ ആയിരുന്നു കേട്ടോ. അവരുടെ പോപ്പുലർ ആയിട്ടുള്ള വീഡിയോസൊക്കെ എടുത്ത് നോക്കുമ്പോൾ അവരെ കണ്ടിട്ടൊക്കെ ഉണ്ട്, പക്ഷേ ഒറ്റ ഇടത്ത് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായിണ്ടായില്ല. പിന്നെ ഇതാരാന്ന് പ്രത്യേകിച്ച് ഞാൻ പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. അങ്ങനെ നമുക്ക് രാവിലെ തന്നെ കഴിക്കാൻ കുറച്ച് സാധനങ്ങളൊക്കെ തന്നിട്ടുണ്ടായിരുന്നു, അതൊക്കെ കഴിക്കണ്ടായിരുന്നു. കൊള്ളാം കേട്ടോ. അതിലൊരു മിൻറ്റിൻ്റെ ടേസ്റ്റുള്ള ഒരു പച്ച കളറുള്ള സാധനം ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് അത്ര പ്രത്യേകിച്ച് ഇഷ്ടമുണ്ടായില്ല, കാരണം മിൻറ്റ് എനിക്ക് വലിയ ഇഷ്ടമുള്ള സംഭവം. പിന്നെ അവിടുത്തെ ഒരു ചേച്ചി തന്നെ ഇവരുടെ കൂട്ടത്തിൽ കൊണ്ടുവന്ന് ഇരുത്തി കേട്ടോ, ടാസ്കൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതെന്തോ ചെയ്തുകൊണ്ടിരിക്കാനാണ്, ഇതെന്ന സംഭവം എനിക്ക് വലിയ കാര്യമായിട്ട് മനസ്സിലായൊന്നുമില്ല. അതിൽ കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട്, അത് നമ്മൾ പരസ്പരം ആൻസർ ചെയ്യണം, അങ്ങനെ എന്താണ്ടും ആയിരുന്നു. പിന്നെ മെയിൻ പരിപാടി എന്തായിരുന്നു എന്ന് വെച്ചാൽ AI ടൂളില്ലേ, അതൊക്കെ യൂസ് ചെയ്ത് തംബ്നെയിൽ ഉണ്ടാക്കുന്നത്. പിന്നെ അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ പറഞ്ഞ് പരിചയപ്പെടുത്തുന്നത് അതൊക്കെയായിരുന്നു. പിന്നെ ഈ ഒരു കപ്പ് ഉണ്ടല്ലോ, ഇതിൽ നമുക്ക് എന്തെങ്കിലും മെസ്സേജ് എഴുതിയിട്ട് ഇങ്ങനെ എന്തെങ്കിലും കാർഡ് അവിടെ നമുക്ക് പ്രൊവൈഡ് ചെയ്യും. അതിങ്ങനെ വെച്ചിട്ട് നമ്മൾ ആർക്കെങ്കിലും കൊടുക്കണം, അപ്പോൾ അവർ നമുക്ക് തിരിച്ചു തരും. എനിക്ക് തന്നിട്ടുണ്ടായിരുന്ന അശ്വിൻ ബ്രോ കേട്ടോ. ഞാൻ കൊടുത്തത് ആൾ കൊണ്ടുപോയെന്ന് എനിക്ക് അറിയില്ല, പക്ഷേ ഞാനിവിടെ വീട്ടിൽ കൊണ്ടുവന്ന് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അതാ ചട്ടമ്പീസൊക്കെയാണ് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞൊക്കെ തന്നത്. ഈ സാധനം നമുക്ക് ഉണ്ടല്ലോ, നമുക്ക് ഇവൻ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന സാധനം കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് വെച്ചാൽ എന്താ സംഭവം എനിക്ക് വലിയ കാര്യമായിട്ട് മനസ്സിലായില്ല. ഇങ്ങനെ സൈഡിൽ നമുക്ക് ഫോണൊക്കെ തൂക്കിയിടാൻ പറ്റിയ ഒരു സെറ്റപ്പ് സംഭവമാണ്. എന്തായാലും വലിയ ഐഡിയ ഇല്ല എനിക്ക് എന്താ സംഭവം എന്ന്. അതേക്കുറിച്ച് പരിചയപ്പെടുത്തി തന്നെയായിരുന്നു കേട്ടോ. പിന്നെ നമ്മുടെ ഫുഡിലോട്ട് പോകണേ കേട്ടോ. പരിപാടിയെല്ലാം കഴിഞ്ഞു, ലാസ്റ്റ് ഫുഡായിരുന്നു. ഇതൊരു വെജ് സൂപ്പാണ്, എന്താ പേരുണ്ടായിരുന്നു ഇതിൽ ഞാൻ മറന്നു കേട്ടോ. അതിന് ശേഷം നമ്മൾ നമ്മുടെ മെയിൻ ഫുഡ് കഴിക്കാൻ വേണ്ടി പോകണേണ്. എനിക്ക് തോന്നിയ പ്ലസ് പോയിന്റ് എന്താണെന്ന് വെച്ചാൽ ഇതിൽ ശരാശരി ഫുഡ് ഉണ്ടല്ലോ വെജിറ്റേറിയൻ ആയിരുന്നു ഗൈസ്. ഇതാണ് നമ്മൾ ലഞ്ച് വന്നത്. ഇത് എന്തോ ഒരു വെജ് സൂപ്പാണ്, എന്താ പേരൊക്കെ മറന്നു കേട്ടോ, നിൻ്റെ എനിക്ക് പേരറിയില്ല. ഇതൊരു ബട്ടർ നാനാന്ന് എനിക്കറിയാം. പിന്നെ ഇത് ഗീ റൈസ്, പനീറിൻ്റെ എന്തോ സംഭവം, എന്തോ ഒരു സാധനം. പിന്നെ കുറച്ച് പച്ചക്കറികൾ, ഇലകൾ, ഇതെന്തോ ഗ്രീൻ ആപ്പിളിൻ്റെ സാലഡോ അങ്ങനെ എന്തോ സാധനം കേട്ടോ. ഇതൊക്കെ തന്നെ. പിന്നെ ഇതിലെന്തോ ചിക്കൻ്റെ എന്തോ സംവിധാനം ഉണ്ട്. ഓക്കെ ഗൈസ്, അപ്പം നമുക്ക് ഓരോന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. എൻ്റെ വയറിന് കപ്പാസിറ്റി ഉണ്ടാവും എനിക്ക് അറിയില്ല കേട്ടോ. കുറച്ച് കഴിയുമ്പോൾ തന്നെ വയറിന് എടുത്തത് കൊണ്ട് എനിക്ക് എത്രത്തോളം തിന്നാൻ പറ്റുന്ന ഐഡിയ ഇല്ല. ഫസ്റ്റ് തന്നെ നമുക്ക് ഈ ഗ്രീൻ ആപ്പിളിൻ്റെ സാലഡ് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. സാധാരണ ഗ്രീൻ ആപ്പിൾ തന്നെ അതെങ്ങനെ കഴിക്കേണ്ടത് ഒരു ഐഡിയ കേട്ടോ. എനിക്ക് വലിയ അലങ്കാരത്തിന് ഞാൻ ഈ സ്പൂണ് ഫോർക്കൊക്കെ എടുത്ത് ചങ്ങോട്ട് കഴിക്കാൻ പറ്റത്തില്ല. കുറച്ച് ഇലകളൊക്കെ ആവാം. അതിലെന്താ സംഭവം എന്ന് വെച്ചാൽ ഗ്രീൻ ആപ്പിളും പിന്നെന്താ ഇലകളൊക്കെ ഉണ്ട്. എന്നിട്ട് സവാള മുരിച്ചിട്ടേക്കാണ്, അതാണ് സംഭവം. കുഴപ്പമില്ല, അതിൻ്റെ ടേസ്റ്റിനായിട്ട് സാധനമില്ല. ഈ നാനുണ്ട് കേട്ടോ, നമുക്ക് ബട്ടർ നാൻ ട്രൈ ചെയ്ത് നോക്കാം. ഇതിലെങ്കിൽ ചെറിയൊരു ഹോപ്പുണ്ട്. ബട്ടർ നാനും പനീറും.
അത് വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. എന്തായാലും അത്രയൊക്കെ ഉള്ളൂ. ഞാൻ ഫുഡ് കഴിച്ചിട്ട് ബാക്കി അപ്ഡേറ്റ് ചെയ്യാം. മെയിൻ ഫുഡ് കഴിച്ചതിന് ശേഷം നമ്മൾ കുറച്ച് മധുരം കഴിക്കാമെന്ന് വിചാരിച്ചിട്ടോ. അങ്ങനെ രണ്ടിങ്ങനത്തെ കേക്ക് പീസും എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ എന്തോ ലാസ്റ്റ് ഒരു മധുരമുള്ളൊരു സാധനം, അതും ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ലാസ്റ്റായിട്ട് ഈ കിട്ടുന്ന സാധനം മേടിച്ചിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങണേണ്. ഇത് രാത്രി ഞാൻ ആലുവ റെയിൽവേ സ്റ്റേഷനിൽ എടുത്ത വീഡിയോ കേട്ടോ. കാരണം ട്രെയിനിൽ നല്ല തിരക്കായിരുന്നു. പിന്നെ ഫോണിൽ അങ്ങനെ ചാർജ് ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ എന്തായാലും ഈ ദിവസം എനിക്ക് ഇത്രയും എടുക്കാൻ പറ്റിയിട്ടുണ്ടായില്ല കേട്ടോ.